അങ്ങനെ ചെമ്പ്ര പീക്ക് കാണാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ ഉള്ളിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു. നടക്കാൻ കുറച്ചൊന്നുമല്ല, ഒത്തിരി അധികമുണ്ട്. പിന്നെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. ആ സമയത്ത് വെയിലൊക്കെ ഒന്ന് കാണാൻ നല്ല ക്ലൈമറ്റായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളാണ്. ഇതുപോലെ ടയറിലും അല്ലാതെ ഊഞ്ഞാലും, ഇനി ഊഞ്ഞാലും ഒരാളും കൂടി വരും, അതാരെന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ദേ പോകുന്നു ഒരാൾ. ഇത് ഈ ഒരു ഊഞ്ഞാലും എന്തായി കയറിൻ്റെ ഈ ഒരു സംഭവം കൂടെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും അതിൽ ചാടി വീണു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല, പിന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതിലിരുന്ന് ഇങ്ങനെ ആടാനൊക്കെ. നല്ല നല്ല രസമുണ്ട്. കുറേ നേരം അങ്ങനെ ഇരുന്ന് അതിൽ ഊഞ്ഞാലാടി. ഞങ്ങൾ 4 പേരും മാറി മാറി കയറി. ഇനി അടുത്ത് വരാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത് പോയി വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ അതിലങ്ങ് മറക്കും ആ ക്ഷീണമൊക്കെ. ഞങ്ങൾ 2 പേരും ഉണ്ട്. 2 പേരും 2 സംഭവങ്ങളും മാറി മാറി യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. കൊള്ളായിരുന്നു. അവിടെ ചെന്നതിലാണ് എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഒത്തിരി നടക്കാനുള്ളത് അതെനിക്ക് വല്ലാതെ തോന്നി. പിന്നെ നമ്മൾ വയനാട് അല്ലെങ്കിൽ ഇടുക്കി എവിടെ പോയാലും നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണണമെങ്കിൽ അത്യാവശ്യം നടക്കണം. പക്ഷെ അന്നത്തെ ആ ദിവസം യാത്ര ചെയ്ത് വന്നതുകൊണ്ടും എനിക്ക് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അവർക്കാർക്കും പ്രശ്നമില്ലായിരുന്നു. അവരെല്ലാവരും ഭയങ്കര കൂൾ മൈൻഡായിരുന്നു. പിന്നെ അതിനൊത്ത് ഞാനും വന്ന് നിന്നത്. ഞാൻ പിന്നെ മാറി ഊഞ്ഞാലിൽ കയറി. ആ ഒരു കാഴ്ചയാണിത്. കൊള്ളായിരുന്നു, നല്ല സംഭവമായിരുന്നു, നല്ല രസമായിരുന്നു. എന്നിട്ട് നമുക്കിതെല്ലാം കഴിഞ്ഞിനി അവിടെ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങിയിട്ട് ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയി റെഡിയായി 3 മണിക്കെങ്കിലും നമ്മൾ തിരിച്ചെത്തണം. എന്നാലും നമുക്ക് റെഡിയായിട്ട് കല്യാണത്തിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതായിരുന്നു നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അധിക സമയമൊന്നും നിന്നില്ല. അവിടെ മുകളിൽ കയറിയിട്ട് വീണ്ടും ഇതുപോലൊരു ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറിയിട്ട് ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്ന് കാണാൻ ഈ വീഡിയോ കാണുന്നേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നമ്മുടെ സമയം കുറവായതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്തോളൂ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ വിചാരിച്ചു ഇനി നിൽക്കണ്ട, കാരണം ക്ലൈമറ്റ് മാറുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇനി നിൽക്കണ്ട, വേഗം തിരിച്ച് പോവാം. കാരണം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കല്യാണം തന്നെയാണ്. കല്യാണത്തിന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം നിന്ന് സമയം കളയണ്ട. കാരണം നമ്മൾ ആഹാരവും കഴിച്ചിട്ടില്ല, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലത്തെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ചൊന്ന് തളർന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ അതേ വൈകിട്ട് നമ്മൾ കല്യാണത്തിന് പോയി. കല്യാണ വീട്ടിലെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഇളയാളാണ് ചേച്ചിയുടെ. അവൾ നിന്ന് കളിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അവൾക്കാണ് ആരെങ്കിലും കിട്ടിയാൽ, പ്രത്യേകിച്ച് മാമന്മാരെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കളിക്കാനായിട്ട്. മൂത്ത ആൾ പിന്നെ അവിടുത്തെ കുട്ടീനെ കിട്ടിയപ്പോഴത്തേക്കും അവളുടെ കൂടെ അങ്ങ് പോയി. പിന്നെ ആരെയും മൈൻഡില്ല. ചേച്ചി പിടിച്ച് വിയർപ്പൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം വിയർപ്പൊക്കെ തുടച്ച് കണ്ണിലെ കരിയൊക്കെ തുടച്ചു കൊടുക്കുന്നതാണ്. എന്നാലും അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവൾക്കിങ്ങനെ കളിച്ച് നടക്കണം. പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല. ഇത് പിറ്റേന്ന് കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് റിസപ്ഷന് പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ്. ബാക്കി വീഡിയോസും അവിടെ വലിയ ചടങ്ങായിട്ടൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ചടങ്ങായിരുന്നു. ഇതായിരുന്നു ഞാൻ ഒരുങ്ങിയിട്ട് അവസാനം എൻ്റെ ലുക്ക്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും അവിടുത്തെ ക്ലൈമറ്റ് സൂപ്പറായിരുന്നു. നല്ല കോട ഇറങ്ങിയിട്ട് ആ സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ ചാറിയതേ ഉള്ളൂ. പക്ഷെ കോട നന്നായിട്ടങ്ങ് ഇറങ്ങി. ഈ വീഡിയോ എടുത്തിരിക്കുന്നേക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് നന്നായിട്ടറിയാം. അവിടെ എന്തോ ഒരു റിസോർട്ടാണോ അതെ വീടാണോ എന്നറിയില്ല. വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ആ ഒരു കോടയിൽ ആ ഒരു ബിൽഡിങ് കാണാൻ സൂപ്പറായിരുന്നു. പിന്നെ ലാസ്റ്റ് കല്യാണ ചെക്കനും പെണ്ണുമാണ്. വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ.